നമസ്കാരം. ഞാനൊരു പാവം പ്രവാസിയാണ്. ഞാൻ വളരെ വേദനയോടെയാണ് ഈ കാര്യം പറയുന്നത്. ഞങ്ങൾ പ്രവാസികൾക്ക് പറയാനുള്ളത് നാട്ടിലെ ഡ്രൈവർമാരോടാണ്. നമ്മുടെ നാട്ടിൽ വാഹനാപകടങ്ങൾ ഇപ്പോൾ കൂടി വരികയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച താനൂർ നടന്ന വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിൽ 8 പേരാണ് മരിച്ചത്. അതിൻ്റെ തുടർച്ച എന്നോണം ഇപ്പോൾ ഈ വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിലെ തേലക്കാടിനടുത്ത് നടന്ന ബസ് മറിഞ്ഞിട്ട് ഏകദേശം 14ഓളം പേര് മരിക്കുകയും അതിലിരട്ടി പേര് ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. കാലത്ത് സ്കൂളിലേക്കെന്ന് പറഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് ചിരിച്ച് കളിച്ച് സ്കൂളിലേക്ക് പോയ കുട്ടികളുടെ തുന്നിക്കെട്ടിയ മൃതശരീരം വീടിൻ്റെ ഉമ്മറക്കോലയിലെത്തിയപ്പോൾ ആ അച്ഛനും അമ്മയും ഹൃദയം പൊട്ടി എത്ര കരഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട ഡ്രൈവർ സുഹൃത്തെ, നിങ്ങളുടെ ബസ് മുതലാളിമാരുടെ പണക്കൊതി കൊണ്ടോ അല്ലെങ്കിൽ സമയലാഭത്തിന് വേണ്ടിയിട്ടോ മുന്നിലുള്ള വണ്ടിക്കാരനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടോ നിങ്ങൾ മത്സരോട്ടം നടത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ ബസ്സിനകത്തുള്ള നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേരുടെ ജീവന് നിങ്ങളുടെ കയ്യിലാണ്. ആ ഏതൊരു യാത്രക്കാരനായാലും ശരി, ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ നിങ്ങളുടെ ഡ്രൈവർമാർ അവർക്ക് ദൈവതുല്യരാണ്. ഒരിക്കലും എത്താതിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ കുറച്ച് വൈകിട്ടാണെങ്കിൽ എത്തുന്നത്. ഓരോ അപകടം കേൾക്കുമ്പോഴും ഞങ്ങളുടെ പ്രവാസികളുടെ നെഞ്ചിൽ തീയാണ്. സത്യം പറഞ്ഞാൽ ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ട് ഞങ്ങളുടെ നാട്ടുകാരുണ്ടോ, ഞങ്ങളുടെ വീട്ടുകാരുണ്ടോ, ഞങ്ങളുടെ കൂട്ടുകാരുണ്ടോ എന്ന് അറിയാനുള്ള തത്രപ്പാടാണ്. ഇന്ന് ഈ അപകടം നടന്നപ്പോൾ തന്നെ 1 ലക്ഷത്തിൻ്റെ മുകളിൽ കോളാണ് കേരളത്തിലോട്ട് പോയിട്ടുള്ളത്. ഫുള്ള് നെറ്റ്വർക്കും ജാമായിരുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വണ്ടിയിൽ കയറുന്ന യാത്രക്കാർ ആരും ആയിക്കോട്ടെ, ആ ആക്സിലേറ്ററിന് മുകളിൽ കാല് വെച്ച് സ്പീഡ് കൂട്ടുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ഇത് ഞങ്ങളുടെ അപേക്ഷയാണ്, കണ്ണീര് കുതിർന്ന അപേക്ഷ.